ഹലോ ഹായ് എത്രയാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ കറിവേപ്പില അഥവാ കറി ലീഫാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നാം ഉപയോഗിക്കുന്നതും എല്ലാ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുമായ ഒരു രാജകീയ സുഗന്ധ വ്യഞ്ജനമാണ് കറിവേപ്പില. പണ്ടൊക്കെ എല്ലാ വീടുകളിലും കറിവേപ്പില തൈകൾ നട്ടു വളർത്തുമായിരുന്നു. എന്നാൽ കൂട്ടുകുടുംബം അണുകുടുംബമായതോടെ പുരയുടെ കൃഷി അന്യം നിൽക്കുകയും ചെയ്തതോടെ പച്ചക്കറികളുടെ അവസ്ഥയാണ് നിത്യോപയോഗ ഇലയായ കറിവേപ്പിലയ്ക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും അന്യ സംസ്ഥാനക്കാരെ ആശ്രയിക്കുന്ന നാം ഇതിനും അവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. കടുത്ത വിഷ കീടനാശിനികളിൽ മുക്കിയെടുത്ത് ഭംഗി കൂട്ടി പച്ചക്കറികൾ നൽകുന്നത് പോലെയാണ് കറിവേപ്പിലയും നമുക്ക് ലഭിക്കുന്നത്. ഒരു പുഴുക്കുത്തു പോലും ഏൽക്കാത്ത നല്ല വൃത്തിയുള്ള കറിവേപ്പിലയുടെ ആരാധകരായ നമ്മൾ അറിയാതെ നാം അകത്താക്കുന്ന കീടനാശിനിയെക്കുറിച്ച്. സംസ്ഥാന മായ പരിശോധന ലാബിൽ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മാരകമായ വിഷവസ്തുക്കൾ അടങ്ങിയ ഭക്ഷ്യവിഭവത്തിൽ 1-ാം സ്ഥാനമാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലയുടെ ജന്മദേശം ഇന്ത്യയാണ് കേട്ടോ. ഭക്ഷണ വസ്തുക്കളുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അതിന് നല്ല നറുമണം പ്രദാനം ചെയ്യാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്നു. മുറയെ കോയേഗിനിഗി എന്നാണ് ശാസ്ത്രനാമം. കുറ്റിച്ചെടിയായാണ് അധികവും കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിപ്പം കൂടിയ ചെടികൾ പോലും 15 മീറ്ററിനപ്പുറത്തേക്ക് ഉയർന്ന് വളരാറില്ല. മിതമായ സൂര്യപ്രകാശവും വെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ധാരാളമായി വളരുന്നു. കറുപ്പ് നിറത്തിലുള്ള ഇതിൻ്റെ കാണ്ഡങ്ങൾ കാണുന്നതെങ്കിലും ചിലതിൽ ചാരനിറത്തിലുള്ള പുള്ളികളുണ്ടാകാം. ഇനി കറിവേപ്പില തൈ നടുമ്പോൾ 1 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴിയായി ഇരിക്കണം. കുഴിയിൽ കാലിവളം, മണൽ, മണ്ണ്, ഓരോ കുഴിക്കും 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 50 ഗ്രാം കുമ്മായം എന്നിവ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം അതിൽ 3/4 അടി കുഴിയിൽ തൈ നടാവുന്നതാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമായിരിക്കണം കേട്ടോ നടുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. വേനൽക്കാലം 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം. ഈ കറിവേപ്പിൻ തൈ നട്ട സ്ഥലത്ത് നല്ല സൂര്യപ്രകാശം ലഭിക്കണം കേട്ടോ. ജീവകം എയുടെ നല്ല കലവറയാണ് കറിവേപ്പില. ദഹനത്തെ നന്നായി സഹായിക്കുന്ന ഇതിൽ 100 ഗ്രാം ഒസിൽ അടങ്ങിയിരിക്കുന്ന അന്നജം, 6 ഗ്രാം ഭക്ഷ്യനാരുകൾ, 7 ഗ്രാം കൊഴുപ്പ്, 2 ഗ്രാം പ്രോട്ടീൻ, 6.1 ഗ്രാം ജലം, 36.3 ഗ്രാം ജീവകം എ, 140%, റൈബോഫ്ലാവിൻ 14%, കാൽസ്യം 85%, ഇരുമ്പ് 56% എന്നിങ്ങനെയും ജീവകം ബി 13 അടങ്ങിയിരിക്കുന്നു. ദഹനക്കേടിനും മലമ്പുരട്ടലിനും കറിവേപ്പില ചതച്ച് മോരിൽ ചേർത്ത് കഴിച്ചാൽ മതി. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അകാല നര ഒഴിവാക്കുന്നതിനും തലമുടി നന്നായി വളരാനും കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുവാനും നല്ലതാണ്. കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് കറിവേപ്പില അരച്ച് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കാം. കറിവേപ്പില നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല വൃത്തിയായി കഴുകി വെള്ളം കളഞ്ഞ് ഒരു ബോക്സിലോ കവറിലോ സൂക്ഷിക്കാം. കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം, ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലും കേടുകൂടാതെ സൂക്ഷിക്കാം. ഉണക്കി സൂക്ഷിക്കാം. എണ്ണ കാച്ചുന്നതിനും മറ്റും ഉണക്കി പൊടിച്ചും സൂക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു കറിവേപ്പിൻ തൈ എങ്കിലും നടാമല്ലേ? നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. Thanks for watching.